നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനി. നമസ്തേ സാരസ്വതേ ദേവി ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികീ. അധ്യായം 65. പൗണ്ഡ്രക മോക്ഷവും കാശിരാജവധവും. പേജ് നമ്പർ 643. ഭഗവാൻ കൃഷ്ണൻ ദ്വാരകയിലെത്തിയപ്പോൾ സ്വർഗലോകത്തു സിദ്ധന്മാർ ഒത്തുചേർന്നു ഭഗവാന്റെ മഹിമാനങ്ങളെ പ്രകീർത്തിക്കുകയായിരുന്നു. പൗണ്ഡ്രകനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയോ ഭഗവാനെ പോലെ വേഷം ധരിച്ച് സദാ ഭഗവാനെക്കുറിച്ചുള്ള ചിന്തയിലായിരുന്നു. അതിനാൽ അയാൾക്ക് 5 തരം മുക്തികളിലൊന്നായ സാരൂപ്യം ലഭിച്ചു. അങ്ങനെ അയാൾ വൈകുണ്ഠലോകം പ്രാപിച്ചു. അവിടെ 4 ചിഹ്നങ്ങൾ ധരിച്ച് ചതുർബാഹുവായ വിഷ്ണു രൂപത്തിലാണ് ഭക്തന്മാരെല്ലാം. വാസ്തവത്തിൽ അയാളുടെ ധ്യാനം വിഷ്ണുവിലാണ് കേന്ദ്രീകരിച്ചിരുന്നത്. പക്ഷേ താൻ ഭഗവാൻ വിഷ്ണുവാണെന്നു ഭാവിച്ചതിനാൽ അത് കുറ്റകരമായി. കൃഷ്ണനാൽ വധിക്കപ്പെട്ടപ്പോൾ ആ കുറ്റത്തിൻ്റെ രൂക്ഷത കുറഞ്ഞു. ഇപ്രകാരം സാരൂപ്യമുക്തി നേടി ഭഗവദ് രൂപം പ്രാപിക്കുകയും ചെയ്തു. കാശി രാജാവിൻ്റെ ശിരസ് നഗര കവാടത്തിലൂടെ എറിയപ്പെട്ടപ്പോൾ ജനങ്ങൾ ചുറ്റും കൂടി. ആ അദ്ഭുത വസ്തു കണ്ട് അവർ ഞെട്ടി. അതിന്മേൽ കുണ്ഡലങ്ങൾ കണ്ടപ്പോൾ അത് ആരുടെയോ ശിരസാണെന്നു അവർക്കു മനസ്സിലായി. അത് ആരുടെ ശിരസായിരിക്കാമെന്നു അവർ ഊഹിച്ചു നോക്കി. കൃഷ്ണൻ കാശി രാജാവിൻ്റെ ശത്രുവാകയാൽ അതു കൃഷ്ണൻ്റെ ശിരസായിരിക്കുമെന്നു ചിലർ കരുതി. തങ്ങളുടെ രാജാവിൻ്റെ ശത്രു ഹിംസിക്കപ്പെട്ടതിൽ ജനങ്ങൾ സന്തോഷിക്കട്ടെ എന്നു വിചാരിച്ച് കാശി രാജാവു വലിച്ചെറിഞ്ഞതായിരിക്കും അതെന്ന് അവർ കണക്കാക്കി. എന്നാൽ ആ ശിരസ്സു കൃഷ്ണൻ്റേതല്ല, കാശി രാജാവിൻ്റേതു തന്നെയാണെന്ന് ഒടുവിൽ വെളിപ്പെട്ടു. അക്കാര്യം തീർച്ചപ്പെട്ടതോടെ കാശി രാജാവിൻ്റെ റാണിമാർ അടുത്തെത്തി ഭർത്താവിൻ്റെ മരണത്തിൽ വിലാപം തുടങ്ങി. പ്രിയപ്പെട്ട നാഥ, അങ്ങയുടെ മരണത്തോടെ ഞങ്ങളും മൃതശരീരങ്ങൾ പോലെയായിരിക്കുന്നു. കാശി രാജാവിന് ഒരു പുത്രനുണ്ടായിരുന്നു. സുദക്ഷിണൻ പിതാവിൻ്റെ ശേഷക്രിയകളെല്ലാം നടത്തിയ ശേഷം തൻ്റെ പിതാവിൻ്റെ ശത്രുവാകയാൽ കൃഷ്ണനെ താൻ വധിക്കുമെന്നും അങ്ങനെ പിതാവിനോടുള്ള കടം വീട്ടുമെന്നും അയാൾ ശപഥം ചെയ്തു. അതിനാൽ തന്നെ സഹായിക്കാൻ യോഗ്യതയുള്ള ഒരു പുരോഹിതനുമൊത്ത് അയാൾ മഹാദേവനായ ശിവനെ പൂജിക്കാൻ തുടങ്ങി. കാശി രാജ്യത്തിൻ്റെ അധിപൻ വിശ്വനാഥ ശിവനാണ്.
വിശ്വനാഥ ക്ഷേത്രം വാരാണസിയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ആയിരക്കണക്കിനു തീർത്ഥാടകർ നിത്യവും അവിടെ എത്തിച്ചേരുന്നുമുണ്ട്. സുദക്ഷിണന്റെ പൂജയിൽ ശിവൻ സന്തുഷ്ടനായി. തന്റെ ഭക്തനെ അനുഗ്രഹിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. സുദക്ഷിണന്റെ ലക്ഷ്യം കൃഷ്ണനെ വധിക്കുക എന്നതായിരുന്നു. അതിനാൽ കൃഷ്ണനെ വധിക്കാൻ പറ്റുന്ന ഒരു സവിശേഷ ശക്തിയാണ് വരമായി ചോദിച്ചത്. ബ്രാഹ്മണരുടെ സഹായത്തോടെ ശത്രു സംഹാരാർത്ഥമുള്ള അനുഷ്ഠാന കർമ്മങ്ങൾ നടത്താൻ ശിവൻ സുദക്ഷിണനെ ഉപദേശിച്ചു. ഈ അനുഷ്ഠാനത്തെക്കുറിച്ച് ചില തന്ത്രങ്ങളിലും സൂചിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയൊരു ഭീഷണ കർമ്മം വേണ്ട രീതിയിൽ അനുഷ്ഠിച്ചാൽ ഏതാജ്ഞയും നടപ്പിലാക്കാൻ തയ്യാറായി ദക്ഷിണാഗ്നി എന്നൊരു ദുർമൂർത്തി പ്രത്യക്ഷപ്പെടുമെന്ന് സുദക്ഷിണനോട് ശിവൻ അരുളി ചെയ്തു. എന്നാൽ യോഗ്യനായ ബ്രാഹ്മണൻ ഒഴികെ ആരെയെങ്കിലും വധിക്കാനേ ഈ മൂർത്തിയെ ഏർപ്പെടുത്താവൂ. അങ്ങനെയെങ്കിൽ ശിവന്റെ ഭൂതഗണങ്ങളും ആ ദുർമൂർത്തിയോടൊപ്പമുണ്ടായിരിക്കും. ശത്രു സംഹാരത്തിനുള്ള സുദക്ഷിണന്റെ അഭിലാഷം അതോടെ നിറവേറ്റപ്പെടുകയും ചെയ്യും. ഇപ്രകാരം ശിവൻ സുദക്ഷിണനെ പ്രോത്സാഹിപ്പിച്ചപ്പോൾ കൃഷ്ണനെ വധിക്കാൻ തനിക്കു കഴിയുമെന്ന് അയാൾ ഉറപ്പിച്ചു. പുരോഹിതന്മാരുടെ സഹായത്തോടെ ഒരു ഉഗ്ര തപോനുഷ്ഠാനത്തിന്റെ ദൃഢനിശ്ചയവുമായി അയാൾ ദുർമന്ത്രവാദം പ്രയോഗത്തിൽ കൊണ്ടുവരാൻ തുടങ്ങി. തുടർന്ന് അഗ്നിയിൽ നിന്ന് ഒരു വലിയ അസുരരൂപം പുറത്തുവന്നു. അതിൻ്റെ മുടിയും താടിയും മീശയും പഴുപ്പിച്ചെടുത്ത ചെമ്പിൻ്റെ നിറമുള്ളതായിരുന്നു. അത്യന്തം ഭീഷണവും ബൃഹത്തുമായിരുന്നു ആ രൂപം. അസുരൻ അഗ്നിയിൽ നിന്നു പൊങ്ങിയപ്പോൾ അയാളുടെ കണ്ണിൽ നിന്നു തീപ്പൊരി പാറിപ്പറന്നു. പുരികക്കൊടികളുടെ ചലനം അയാളെ കൂടുതൽ ഭീഷണനാക്കി തീർത്തു. നീണ്ടു കൂർത്ത ദന്തങ്ങൾ, നീണ്ട നാവുകൊണ്ട് ചുണ്ടിൻ്റെ ഇരുവശങ്ങളും അയാൾ നക്കിത്തുടച്ചു. നഗ്നനായ അയാൾ അഗ്നി പോലെ ജ്വലിക്കുന്ന ഒരു ശൂലം കയ്യിൽ ധരിച്ചിരുന്നു. യാഗാഗ്നിയിൽ നിന്നു പുറത്തുവന്നു കയ്യിൽ ശൂലവുമായി അയാൾ നിലകൊണ്ടു. സുദക്ഷിണനാൽ പ്രേരിതനായി നൂറുകണക്കിനു ഭൂതഗണങ്ങളോടൊത്ത് അസുരൻ ദ്വാരകയിലേക്കു പുറപ്പെട്ടു. ബാഹ്യാകാശം മുഴുവൻ ചുട്ടുചാമ്പലാക്കാനുള്ള പുറപ്പാടാണോ അതെന്നു കാണികൾക്കു തോന്നി. അയാളുടെ അടിവയ്പിൽ ഭൂമി മുഴുവൻ കിടിലം കൊണ്ടു. അസുരൻ ദ്വാരകയിൽ കടന്നതോടെ പുരവാസികൾ ഒന്നടങ്കം കാട്ടുതീ കണ്ട മൃഗസഞ്ചയങ്ങളെപ്പോലെ സംഭീതരായി. ഹരേ കൃഷ്ണ.